ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും മാത്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയേണ്ട ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ മുമ്പത്തെ 3 ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. ABCD ഈസ് എ പാരലോഗ്രാം. അതിൽ BC എന്ന് പറയുന്നതിൻ്റെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. BC എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ആംഗിൾ B തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്നും, അതുപോലെ തന്നെ AB എന്ന് പറയുന്ന സൈഡ് തന്നിട്ടുണ്ട് 10√2 എന്നും തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, AM ഈസ് പെർപെൻഡിക്കുലർ ടു BC. AM എന്ന് പറയുന്നത് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? BCക്ക് പെർപെൻഡിക്കുലർ ആണ്. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AM ആൻഡ് BM. AMന്റെ നീളവും അതുപോലെ തന്നെ BMന്റെ നീളവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90, ഇത് 45. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആണോ? നമുക്കറിയാം 45 ഡിഗ്രി വരുന്ന ആ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ഞാൻ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് സെപ്പറേറ്റ് വേറെ മാറ്റി വരച്ചിരിക്കുകയാണ്. ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തുതന്നെയായിരിക്കും എന്ന് പറഞ്ഞു? 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അറിയാലോ. അപ്പൊ ഇവിടെ ഇതിന്റെ ശരിക്കുള്ള നിയമവശം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് എക്സ് ഡിഗ്രി അല്ല, സോറി, എക്സ് എന്ന് പറയുന്ന വശമാണെന്ന് വിചാരിക്കുക. ഇത് എക്സ് എന്ന് പറയുന്ന വശം, ഇതെന്താണ്? എക്സ് എന്ന് പറയുന്ന വശമാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതേ ഇൻറ്റു √2 ആയിരിക്കും. അതായത് ഇവിടെ എത്രയാണോ വശമായിട്ട് വരുന്നത് അതേ ഇൻറ്റു √2 ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 10√2 ആണ്. 10√2 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം ഇവിടെ ആരാണ്? 10 ആണെന്ന് മനസ്സിലായി. എക്സിന് പകരം ഇവിടെ ആരാണ്? 10 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 10. ഓക്കെ, ഇത് നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇവിടെ ഏത് നമ്പറിന്റെ കൂടെയാണോ √2 വന്നിരിക്കുന്നത് ആ നമ്പർ ആയിരിക്കും എവിടെ? ഈ 2 വശങ്ങളിലും വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 45 ഡിഗ്രി വന്നതുകൊണ്ട് ഇവിടെ 10ഉം ഇവിടെ 10ഉം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലെങ്ത്തും കിട്ടി. AMഉം BMഉം എത്രയാണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് MC എന്ന് പറയുന്നതിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം B മുതൽ C വരെ എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അതിൽ ഇപ്പൊ നമ്മൾ ഒരു സംഭവം ഇപ്പൊ കണ്ടുപിടിച്ചല്ല, ഏതാ? ഈ BM എന്ന് പറയുന്നതിന്റെ നീളം കണ്ടുപിടിച്ചു. BM എന്ന് പറയുന്നതിന്റെ നീളം എത്രയാണ്? 10 ആണെന്ന് പിടിച്ചു അല്ലേ? ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ബാക്കി വരുന്ന 5 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്കറിയാം BMഉം MCയും കൂടി കൂട്ടിയാലാണ് ഇത് ടോട്ടൽ BC എന്ന് പറയുന്നത് കിട്ടുന്നത് അല്ലേ? BMഉം MCയും കൂടി കൂട്ടിയാലാണ് B മുതൽ C വരെയുള്ള നീളമാകുന്നത്. അതിൽ BM കിട്ടി 10 ആണെന്ന്, MC ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. BC അറിയാം 15. അതിൽ നിന്ന് MC എന്ന് പറയുമ്പോൾ 15 - 10 എത്രയാണ്? 5 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ AC എന്ന് പറയുന്നതിന്റെ നീളം എത്രയാണ്? ഡയഗണൽ. അപ്പൊ നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തൂടെ? ഈ റൈറ്റ് ട്രയാങ്കിൾ ആണ് ഞാൻ ഇവിടേക്ക് മാറ്റി വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വശം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? ഇത് 10ഉം ഇത് എത്രയാണ്? 10 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് AM എന്ന് പറയുന്ന വശം എത്രയാണ്? 10. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ? പിന്നെ MC നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. എത്രയാണ്? 5. അപ്പോൾ ഒരു ചോദ്യത്തിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. A എന്ന് പറയുന്ന ചോദ്യം B എന്ന് പറയുന്ന ചോദ്യവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? B എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരവും C എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് 4 മാർക്കും സ്കോർ ചെയ്യണമെങ്കിൽ ഈ 3 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് നമുക്കറിയാം ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലേ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡും ഇതെന്താണ്? ബേസും ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ കർണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ മതി അല്ലേ? പൈതഗോറസ് തിയറം അറിയാലോ എല്ലാവർക്കും. അപ്പോൾ AC കാണാനായിട്ട് √10² + 5². 10ന്റെ സ്ക്വയർ 100, 5ന്റെ സ്ക്വയർ 25, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ √125. അപ്പോൾ ACയുടെ നീളം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്ന എത്ര മാർക്കാണ്? 4 മാർക്കാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. അതിൽ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് പി ഓഫ് 2 കാണാനാണ്. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് പി ഓഫ് 2 കാണാനാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരെ തന്നിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ ഇതേപോലെ എടുത്ത് എഴുതാം. ഇനി പി ഓഫ് 2 കാണാനല്ലേ പറഞ്ഞത്. പി ഓഫ് 2 കാണാൻ പറഞ്ഞാല് നമ്മൾ ഈ എക്സിന് പകരം എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് ഉള്ളിടത്തൊക്കെ 2 കൊടുക്കണം. അപ്പൊ ഈ എക്സ് ഉള്ളിടത്ത് 2 കൊടുത്തു കണ്ടാ. അപ്പൊ എക്സിന്റെ സ്ക്വയറിന് പകരം 2ന്റെ സ്ക്വയർ മൈനസ് 11x ആയിരുന്നില്ലേ. ഈ എക്സിന് പകരം ഇവിടെ എന്ത് വന്നു? 2 എന്ന് വന്നു. പ്ലസ് 21. അപ്പൊ 2ന്റെ സ്ക്വയർ 4 മൈനസ് 11 × 2 22 പ്ലസ് 21. പോസിറ്റീവ് നമ്പർ ആയിട്ടുള്ള ഈ 4ഉം ഈ 21 കൂടി ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 25. അതിൽ നിന്നാണ് നമ്മൾ മൈനസ് ആയിട്ടുള്ള 22 മൈനസ് ചെയ്യുന്നത്. ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ. അപ്പൊ പി ഓഫ് 2 ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടിയേ? 3 എന്ന് കിട്ടി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 2 കുറയ്ക്കാനാണ് പറഞ്ഞത്. പി ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഈ പോളിനോമിയൽ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ എഴുതി വെക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്? പി ഓഫ് 2 മൈനസ് ചെയ്യാനാണ്. പി ഓഫ് 2 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് പി ഓഫ് 2ന്റെ ആൻസർ? 3. ആ പി ഓഫ് 2ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? അതിന്റെ കിട്ടിയ വാല്യൂ ഇവിടെ കൊടുക്കണം 3. കണ്ടാ. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യാനായിട്ട് നമുക്ക് ആകിയത് മാത്രമേ ഉള്ളൂ. ഈ പ്ലസ് 21 മൈനസ് 3 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ 21ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ ആൻസർ എളുപ്പമല്ലേ. അപ്പൊ എന്താ കിട്ടി ഇവിടെ? എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18. ക്ലിയർ ആണോ? യെസ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ദേ ഇതാണല്ലോ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന് പറയുന്നത്. ആണോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ചോദ്യത്തിന്റെ ആ പാറ്റേൺ മനസ്സിലായി. കണ്ട, എ എന്ന് പറയുന്ന ചോദ്യം ബി എന്ന് പറയുന്ന ചോദ്യവുമായിട്ട് കണക്റ്റഡ് ആണ്, ബി എന്ന് പറയുന്നത് സി യുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ സബ് ക്വസ്റ്റ്യൻ കണ്ടാൽ ഒരു ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഈ ക്വസ്റ്റ്യൻസ് പലപ്പോഴും എന്താണ് കണക്ട് ചെയ്ത് കിടക്കായിരിക്കും. അപ്പൊ നമ്മൾ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18 ആണ്. അത് നേരെ ഇവിടെ എടുത്തെഴുതി. ഇനി ഇതിന്റെ ഫാക്ടർ കാണാനാണ്. ഫാക്ടർ കാണാൻ 2 രീതിയിലുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഇവിടെ ഈ അവസാനത്തെ നമ്പർ മാത്രമുള്ള ടൈമില്ലേ അത് നോക്കാം. അതേതാ? 18. പിന്നെ എക്സിന്റെ കൂടെ വരുന്ന നമ്പർ നോക്കാം. ചിഹ്നം അടക്കം നോക്കണം. -11. ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ പറയണത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏതോ 2 സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 18 കിട്ടുന്നു. എങ്ങനെ? പ്ലസ് 18 കിട്ടുന്നു. എന്നാൽ അതേ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ -11 കിട്ടുന്നു. എങ്കിൽ ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ അറിയുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. 18 കിട്ടാൻ ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 18 കിട്ടുന്നു എന്നല്ല പറയുന്നത്. അപ്പൊ 18 കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം. 9ഉം 2ഉം 9ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് 18 ആണ് അല്ലേ. ഓക്കെ, ആ മൈനസും പ്ലസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 11 കിട്ടണം. അപ്പൊ 9ഉം 2ഉം നമ്മൾ ആഡ് ചെയ്യണം. 9ഉം 2ഉം സാധാരണ പോസിറ്റീവ് 9ഉം പോസിറ്റീവ് 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടാം? ഇങ്ങനെ ഇപ്പൊ നോക്ക്. ഇപ്പൊ 9 + 2 ജസ്റ്റ് ആഡ് ചെയ്താൽ 11 അല്ലേ കിട്ടുള്ളൂ അല്ലേ. അതേപോലെ 9 × 2 വെറുതെ 18 അല്ലേ കിട്ടുള്ളൂ. നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ -11 കിട്ടണം. നമുക്ക് ഇവിടെ എന്താ കിട്ടേണ്ടത്? -11 ആണ് അല്ലെ. -11 കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? 9ന് മൈനസും വരണം, അതുപോലെ തന്നെ 2ന് മൈനസ് വരണം. എന്നാൽ മാത്രമല്ല ഇവിടെ -11 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തുള്ളൂ. മൈനസും വന്നാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എന്താ? 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് മൈനസ് ഇട്ട് കൊടുക്കണം കേട്ടാ. അതേ റൂള് തന്നെ എവിടെയും വരണം? ഇതിലും വരണം. കണ്ടാ, -9 × -2 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 സംഖ്യകൾക്ക് മൈനസ് ആണെങ്കിൽ ഉത്തരം എന്തായി പോവും? പോസിറ്റീവായിട്ട് പോകും. ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ചിഹ്നങ്ങളെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊന്നും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് സംഖ്യകൾ കിട്ടി. ഏതൊക്കെയാണ്? -9ഉം -2 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാക്ടർ എഴുതാൻ വളരെ എളുപ്പമാണ്. എന്താ? x -9 കണ്ട, x -9 ഇതാണ്
ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് ഏതാ? x-2. മനസ്സിലായ? അപ്പോൾ 2 ഫാക്ടറുകൾ കിട്ടി. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതൊക്കെയാണ്? ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് ഏതൊക്കെ? x-9ഉം x-2. ഇനി ഈ രൂപത്തിൽ കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കുക. ഏത്? ഇങ്ങനെ പ്ലസ് മൈനസ് ഒന്നും എനിക്ക് ഓക്കെ അല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം? ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ രൂപം ഞാൻ പറഞ്ഞു തരാം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇക്വേഷൻ രൂപം ഇവിടെ നോക്ക്. ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് 11x പ്ലസ് 18. ഈ ഒരു ഇക്വേഷൻ നോക്കി നിങ്ങൾ. ഇതൊരു ജനറൽ ഫോമാണ്. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. x² കൂടെ വരുന്ന ആളാണ് ആര്? a എന്ന് പറയുന്നത്. എക്സിന്റെ കൂടെ വരുന്ന ആളാണ് ആര്? ബി എന്ന് പറയുന്നത്. ഇനി എക്സിന്റെ ടൈം അല്ലാത്ത നമ്പർ മാത്രം വരുന്ന ടൈമാണ് ഏത്? സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ x² കൂടെ ആരെങ്കിലും ഉണ്ട്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അതിനർത്ഥം അവിടെ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. അവിടുത്തെ എന്ന് പറയുന്നത് ആരാ? 1 ആണ്. ഇനി ഇവിടെ എക്സിന്റെ കൂടെ വരുന്ന ആളാണ് ആര്? ബി അല്ലെ? എക്സിന്റെ കൂടെ വരുന്ന ആളാണ് ബി. ഇവിടെ ആരാ? എക്സിന്റെ കൂടെ -11 ആണ്. അപ്പോൾ -11 എഴുതി വെച്ചു. ഇനി സി എന്ന് പറയുന്നത് ആരവിടെ? 18 സി എന്ന് പറയുന്നത് ആരാണ്? 18. അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കാം. ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. ഈ ഇക്വേഷൻ വളരെ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഈ ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലും പഠിക്കാനുണ്ട്, പോളിനോമിയൽ ഫംഗ്ഷനിലും പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ എഴുതി വെച്ച്. ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ് കേട്ടോ മക്കളെ, അത് തെറ്റിക്കരുത്. അപ്പം ഞാൻ ആദ്യം ആ മൈനസ് ഇട്ട് കൊടുത്തു. പിന്നെ ബി എത്രയാണ്? ബി നമ്മൾക്കറിയാം, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് -11. ആ -11 ഇട്ട് കൊടുത്തു. പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറഞ്ഞാൽ ആരാ? -11ന്റെ സ്ക്വയർ. -11ന്റെ സ്ക്വയർ. പിന്നെ ഈ മൈനസ് താഴേക്ക് ഇറക്കിയിട്ടു. 4 ഇൻറ്റു എ എത്രയാണ്? എ നമുക്കറിയാം 1 ആണ് അല്ലേ? സി എന്ന് പറയുന്നത് ആരാണ്? 18 ക്ലിയർ ആണോ? ഇനി അടിയിൽ വരാണെങ്കിൽ 2a. നമ്മൾ എ ബി സി എന്നുള്ളടത്ത് അതിന്റെ വിലകൾ ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. എ എന്ന് പറഞ്ഞാൽ ആരാണ്? 1. ആ 1 ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ ആണ് പറയുന്നത്. -11ന്റെ സ്ക്വയർ. -11ന്റെ സ്ക്വയർ എത്രയാണ്? 121 ആണ്. മൈനസ് ഉള്ള ഏതൊരു സംഖ്യയുടെ സ്ക്വയറും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? മൈനസ് ഉള്ള ഏതൊരു സംഖ്യയുടെ സ്ക്വയർ ചെയ്താലും ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ -11ന്റെ സ്ക്വയർ 121. ആ 121 ഇവിടെ എഴുതി വെച്ചു. ഓക്കെ. പിന്നെ ഈ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അല്ലേ? -4 ഇൻറ്റു 1. -4 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -4 എന്ന് കിട്ടി. വീണ്ടും ആ -4 ആരുമായിട്ട് ഇൻറ്റു ചെയ്യണം? 18 ആയിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? -72. ആ -72 ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് 121 നിന്ന് 72 കുറയ്ക്കണം. എത്ര കിട്ടും? 49. √49. ബാക്കി ഇതിനൊന്നും അങ്ങനെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അത് അതേപോലെ തന്നെ എഴുതി വെച്ചു. √49 എത്രൻ്റെ ആണെന്ന് അറിയാം? 7ന്റെ. അപ്പൊ എക്സ് സമം 11 പ്ലസ് ഓർ മൈനസ് 7/2. ക്ലിയർ ആണോ? ഇനി നേരെ ഇവിടേക്കാണ് വരുന്നത്. നമ്മൾ ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ അത് പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം. കണ്ട? 11 പ്ലസ് 7 വെച്ച് ചെയ്യണം, 11 മൈനസ് 7 വെച്ച് ചെയ്യണം. അപ്പോൾ പ്ലസ് വെച്ച് ചെയ്യുമ്പോൾ 11 പ്ലസ് 7 18. 18/2 എത്ര കിട്ടും? 9 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 11 മൈനസ് 7 ഇവിടെ എന്താണ്? 4/2 2. അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി. എക്സിന് 9 എന്നും കിട്ടി, എക്സിന് 2 എന്നും കിട്ടി. ഇനി നമുക്ക് ഫാക്ടർ ചെയ്തണ്ടേ? ഈ 9നെ ഈ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ മൈനസ് ആവൂലേ? x-9. ഇവിടെ എന്ത് കിട്ടി? 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ x-2. ഈ രീതി തന്നെയാണ് നമ്മൾ നേരത്തെ ഇതിലും ചെയ്തത്. കണ്ട? x-9 x-2. അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് വളരെ സ്പീഡിൽ കിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്ലസും മൈനസും എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന ഫാക്ടറുകൾ തെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫിക്കൽ ഫിഗർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ബി ആൻഡ് ഡി. ബിയിലെയും ഡിയിലെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് ദി റെക്ടാങ്കിൾ. ഈ ഡയഗണൽ, ഈ റെക്ടാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ റെക്ടാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് വരയ്ക്കുന്നതാണ് എന്ത്? ഡയഗണൽ അല്ലേ? ഒന്നല്ലെങ്കിൽ ഇങ്ങനെയോ ഇങ്ങനെയോ. ഞാൻ ഇപ്പോൾ ഇവിടെ തൽക്കാലം AC എന്ന് പറയുന്ന ഡയഗണലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ബി എന്ന് പറയുന്നിടത്ത് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഒരു കാര്യം നമ്മളത് പറയുന്നതിന് മുന്നേ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്.
നമ്മൾ ഇങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇത് എന്ത് ആക്സിസ് ആണ്? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ഈ വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് ഒരു ലൈൻ വരയ്ക്കുന്നതെങ്കിൽ അവിടെ ഏത് കോർഡിനേറ്റ് ആയിരിക്കും സെയിം എന്ന് ചോദിച്ചാൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഒന്നുകൂടി പറയാം, വൈക്ക് പാരലൽ ആണ് ലൈൻ എങ്കിൽ അവിടെ ആര് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. കണ്ട ഇവിടുത്തെ കോർഡിനേറ്റ് നോക്കിയേ, എക്സ് ഫസ്റ്റ് വരുന്നതാണല്ലോ എക്സ് കോർഡിനേറ്റ്, അത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ആരെ മാറിയിട്ടുള്ളത് ഇവിടെ? വൈ കോർഡിനേറ്റ് ആണ് മാറിയിരിക്കുന്നത്. ഇനി ഇവിടെ നോക്ക്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ ആരായിരിക്കും അവിടെ സെയിം എന്ന് പറയുന്നത്? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ആരാ മാറുന്നത്? എക്സ് കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ആർക്ക് പാരലൽ ആണോ അവരാണ് ചേഞ്ച് ആവുക. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എ ബി അല്ലേ? എ ബി എന്ന് പറയുന്നത് ആർക്ക് പാരലാണ്? ഈ എക്സ് ആക്സിസിന് പാരലാണ് അല്ലേ? എക്സ് ആക്സിസിന് പാരലൽ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാറുന്നത് ആരായിരിക്കും? എക്സ് കോർഡിനേറ്റ് ആയിരിക്കും അല്ലേ? വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇവിടെ ഒന്നാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തുതന്നെയായിരിക്കും? പറഞ്ഞോ, 1 തന്നെയായിരിക്കും. എക്സ് കോർഡിനേറ്റ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെ ആയിരിക്കും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തതും. കണ്ടാ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ തന്നെ 3 എന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ തന്നെയായിരിക്കും 7 തന്നെയായിരിക്കും. ഇനി ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് നോക്കാം. ഇവിടെ 3 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തുതന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ ഇത് എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ തന്നെയായിരിക്കും വൈ കോർഡിനേറ്റ് 4 തന്നെയായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് സെയിം ആണ്. കാരണം എന്താ? ഇത് എക്സ് ആക്സിസിന് പാരലൽ ആണ് അല്ലേ? അപ്പം അങ്ങനെ പഠിച്ചു വെക്കുക. ഒന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഒന്നുകൂടി ക്ലാസ് കണ്ട പഠിച്ചെടുക്കാവുന്നുള്ളൂ. അത്ര വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് ദി റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാം. ഇപ്പൊ എ സിയുടെ നീളം കണ്ടുപിടിക്കാം. എ സി നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് ഞാനിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യണം. പ്ലസ് ഇവിടുത്തെ വൈ കോർഡിനേറ്റിൽ നിന്ന് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡയഗണലിന്റെ നീളം കിട്ടുള്ളൂ. അപ്പോൾ എ സി ഈക്വൽ ടു √7 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? √4² + 3². ഇവിടെ നിന്ന് കിട്ടും 4ന്റെ സ്ക്വയർ 16, അതുപോലെ തന്നെ 3ന്റെ സ്ക്വയർ 9, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25. 25 എത്രൻ്റെയാണ്? 5-ൻ്റെയാണ്. അപ്പോൾ എ സി എന്ന് പറയുന്നതിൻ്റെ നീളം എന്താണ്? 5 എന്ന് കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം സർക്കിൾസും അതുപോലെ തന്നെ ടാൻജൻസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, നമ്മൾ സർക്കിൾസിൻ്റെയും ടാൻജൻസിൻ്റെയും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ മുമ്പ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ SSLC മാത്സ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് ഒന്ന് കണ്ടേക്കാം കേട്ടോ. നല്ല ക്ലാസ്സാണ്, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഇവിടെ നമ്മൾ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിന്റെ സെൻറ്റർ ആണ് ഏത്? O. AB ഈസ് ദ കോഡ്. AB എന്ന് പറയുന്നത് ഒരു കോഡാണ്. അതുപോലെ തന്നെ BT ഈസ് ദ സർക്കിൾ ആൻഡ് BT ഈസ് എ ടാൻജന്റ്. ഇവിടെ എന്താണ്? ഇത് ടാൻജന്റ് ആണ് അല്ലേ? ഈ തന്നിരിക്കുന്നത് ഒരു ടാൻജന്റ് ആണ്. ആംഗിൾ ABT എത്ര തന്നിട്ടുണ്ട്? 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷർ. താഴെ തന്നിട്ടുള്ള ആംഗിളുകൾ മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ OBT എന്ന് പറയുന്ന ആംഗിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. OBT അല്ലേ? OB എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. OB എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ? BT എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് ആണ്. നമുക്കറിയാം ഒരു റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90. അതന്നല്ലേ ഇവിടെയും OB എന്ന് പറയുന്നത് റേഡിയസ്, BT എന്ന് പറയുന്നത് ടാൻജന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? അടുത്തത് OBA. OBA എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആംഗിൾ ആണ് അല്ലേ? OBA. നമുക്കറിയാം ഇത് മൊത്തം എത്രയാണെന്ന് അറിയാം. ഇപ്പൊ തന്നെ പറഞ്ഞു 90 ഡിഗ്രിയാണ്. അതിൽ ഇത് ഇവിടം വരെ എത്രയാണ്? ആംഗിൾ ABT അറിയാം എത്രയാണ്? 70 ഡിഗ്രിയാണ്.
അപ്പോൾ ഇനി 90 ഡിഗ്രി ആവണമെങ്കിൽ എത്ര വേണം? 20 ഡിഗ്രി. ആ 20 ഡിഗ്രി ഏതിൻ്റെ ഇടയിലേക്ക് എടുക്കുന്നത്? ഈ പറയുന്ന ഒ ബിയുടെ ഇടയിലാണ് 20 ഡിഗ്രി അല്ലേ? ആണോ? അപ്പോൾ ഇവിടെ ഒ ബി എന്താണ്? 20 ഡിഗ്രി. ഇനി എ ഒ ബി ചോദിച്ചിട്ടുണ്ട്. എ ഒ ബി എന്ന് പറയുന്നത് ഈ ആംഗിൾ അല്ലേ? അതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇതൊരു കോഡല്ല മക്കളെ. ഞാൻ ഈ വരച്ചിരിക്കുന്നത് എ ബി സി. എ ബി എന്ന് പറയുന്ന ഒരു കോഡാണ് അല്ലേ? ആ കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഇത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊരു ടാൻജൻറ്റ്, ഇതൊരു കോഡ്. അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ് ഏത്? എക്സ് ഡിഗ്രി. എങ്കിൽ ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഏത്? ഈ കോഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ കോഡിൻ്റെ, അതായത് ഈ കോഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ എത്ര തന്നെ ആയിരിക്കും? ഇവിടെയും എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇത് കോഡല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഇത് കോഡല്ലേ? ഈ തന്നിരിക്കുന്നത് കോഡാണ്, ഇത് ടാൻജൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ കോഡും ടാൻജൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ കോഡിൻ്റെ ഓപ്പോസിറ്റ്. കണ്ട, ഈ രണ്ട് കോഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 70. അപ്പോൾ ആംഗിൾ എ പി ബി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എത്രയാണ്? 70. അതുപോലെ തന്നെ ആംഗിൾ എ ഒ ബി ഈ ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും ഏത്? ഈ ആംഗിൾ. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. നോക്ക്, ഈ ആംഗിൾ, ഇത് നമുക്കറിയാം, ഇത് രണ്ട് കോഡുകളാണ് അല്ലേ? ഈ കോഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2x ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. 140 ഡിഗ്രി. ക്ലിയർ ആണോ? സിമ്പിളായിട്ട് നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. 4 4 16 അല്ലേ? അപ്പോൾ ഈ 16 മാർക്കുകൾ അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ക്ലാസ് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ ഇഷ്ടങ്ങളാണ്, ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്കായിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും നിങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്